ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനഭാഗത്തെ നമ്മൾ കുറുവാക്യമായി എടുത്താണ് ധ്യാനിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സിക്ലാഗ് എന്ന സ്ഥലം ദാവീദിനും അവൻ്റെ കൂട്ടുകാർക്കും വേണ്ടി ഫെലിസ്ത്യ രാജാവ് ആക്കിച്ചു കൊടുത്തതാണ്. അവിടേക്ക് അമാലേക്കരെന്ന് പറയുന്ന ശത്രുക്കൾ വന്ന് ദാവീദിൻ്റെ കൂടെയുള്ളവരുടെയും കുടുംബത്തെ മുഴുവനും അടിമകളാക്കി കൊണ്ടുപോയി. ദാവീദും കൂട്ടരും ദൈവത്തോട് യാചിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണ അപേക്ഷിച്ച് അതിനുശേഷം ഇവർ ഈ അമാലേക്കരെ പിന്തുടരാനായിട്ട് പോയി അവരെ കീഴ്പ്പെടുത്തി എല്ലാം തിരികെ ലഭിക്കുന്നവർക്ക്. അതോടൊപ്പം തന്നെ അമാലേക്കരുടെ സമ്പത്തും ഈ ദാവീദിനും കൂടെയുള്ളവർക്ക് ലഭിച്ച് തിരികെ വരുമ്പോൾ ഇവരുടെ കൂടെ കടന്നു വരുവാൻ സാധിക്കാത്ത 200 പേരുണ്ടായിരുന്നു. അപ്പോൾ ദുഷ്ടരായ ചിലർ പറയുന്നുണ്ട്, ഇവരുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും തിരികെ കൊടുക്കുക, ബാക്കി നമുക്ക് ലഭിച്ച സമ്പത്തിൽ നിന്നൊന്നും ഇവർക്ക് കൊടുക്കരുത്. അപ്പോഴാണ് ദാവീദ് പറയുന്നത്, നമ്മളെ രക്ഷിച്ചത് ദൈവമാണ്, ശത്രുക്കളുടെ കൈകളിൽ നിന്നും നമുക്ക് എല്ലാ അഭിവൃദ്ധി തന്നതും ദൈവമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് നന്മ തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത്. ഇന്നും നമുക്ക് ദൈവം തന്നിരിക്കുന്നതും നമ്മളെ വിടുവിച്ചിരിക്കുന്നതും ആയുസ്സും ആരോഗ്യവും തരുന്നതും നമ്മൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി കുറച്ച് നമുക്ക് ചെയ്യാവുന്ന ഉപകാരങ്ങൾ ചെയ്യുവാൻ വേണ്ടി വേണം. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.